ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് അത് ഗവൺമെൻറ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഗവർണറുമായിട്ടുള്ള കാവിക്കൊടി എന്ത് വനിതയുടെ വിഷയത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കുന്നത്. ഗവർണർക്ക് എന്ത് അധികാരമെന്നാണ് അദ്ദേഹം വ്യക്തമായി ചോദിക്കുന്നത്. അത് ഭാരതാംബ അല്ലെന്നും അത് RSSന്റെ കാവിക്കൊടി എന്തിയ വനിത മാത്രമാണെന്നും ഇവിടെ വീണ്ടും ഉറപ്പിച്ച് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി. മന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കൃഷി മന്ത്രി അവിടെ രാജ്ഭവനിൽ പോയില്ല. സാധ്യത എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ആർക്കും ഈ സാധ്യത പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇടയ്ക്ക് അദ്ദേഹം പിന്നെ ഗവൺമെൻറ് അറിയിച്ചല്ലോ, ഇനി മേലാൽ ഈ കാര്യം അങ്ങനെ ഉണ്ടാവില്ലെന്ന് അറിയിച്ചല്ലോ. എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വീടും ഓഫീസും അല്ലെങ്കിൽ മന്ത്രിമാരുടെ വീടും ഓഫീസും രാജ്ഭവനും എന്നെല്ലാം പറഞ്ഞാൽ അവിടെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിഹ്നങ്ങളും ഇഷ്ടപ്പെട്ട പ്രതിമകളും കൊണ്ടുവച്ച് പൂജിക്കാൻ വേണ്ട സ്ഥലമൊന്നും അല്ലല്ലോ. ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് അത് ഗവൺമെൻറ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്ത കാലത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഗൗരവമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗവർണർമാരെല്ലാം ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കണം. അതല്ലാതെ സംസ്ഥാന ഗവൺമെൻറ്റിനെ ഭരിക്കാൻ ഉള്ളവരല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണത്തെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാണെന്നൊക്കെ കോടതികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കുട്ടികളാണ് പൊതുതലമുറ സഭ ഇതൊരു കരിക്കുലത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കൂടി ഇത്തരം ചിന്തകൾ വരുമെന്ന സംശയം സംശയം തോന്നുന്നു. അവിടെ ഇപ്പോൾ ഒരു മഹാത്മാഗാന്ധിയുടെ പടം വെച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, കുട്ടികൾക്ക് പഠിക്കേണ്ടതാണ് മഹാത്മാഗാന്ധിയുടെ പടം വെട്ടിമാറ്റി പാഠപുസ്തകത്തിൽ നിന്ന്. അങ്ങനെ വെട്ടിമാറ്റിയപ്പോഴും അന്നും കേരളമേ ഉണ്ടായിരുന്നുള്ളൂ മഹാത്മാഗാന്ധിയെ പിന്തുണയ്ക്കാൻ വേണ്ടി. നമ്മൾ പുതിയ പാഠപുസ്തകം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടിറക്കി. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെച്ചിരുന്നെങ്കിലും മനസ്സിലാക്കാമായിരുന്നു. ഒരു വനിതയുടെ ഒരു വനിതയുടെ പടം കൊടുത്തിട്ട് ഇത് RSSന്റെ കൊടിയും കൊടുത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ എനിക്ക് നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അതാണ് അവിടെ അടുത്ത പ്രശ്നം. അത് എന്നിട്ടത് അഹങ്കാരത്തോടെ വീണ്ടും ഇനി ഞാൻ ചെയ്യുമെന്നുള്ളതാണ്. അഹങ്കാരത്തോട് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പങ്കെടുക്കില്ല. അതായത് അദ്ദേഹം ഞാൻ പോയ ശേഷം അദ്ദേഹം പ്രസംഗിച്ചത് ഭാരതാംബയെ നിങ്ങൾ പൂജിക്കണം, ബഹുമാനിക്കണം, തൊഴണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രസംഗിച്ചതാണ് പത്രത്തിലൂടെ വായിച്ചത്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് NCERT പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങൾ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ചരിത്രം പഠിക്കാൻ പാടില്ല കുട്ടികൾ. മഹാത്മാഗാന്ധിയെ കുട്ടികൾ പഠിക്കാൻ പാടില്ല, ഗുജറാത്ത് കലാപം പഠിക്കാൻ പാടില്ല, മുഗൾ രാജവംശക്കാരുടെ കാര്യങ്ങൾ പഠിക്കാൻ പാടില്ല. അതേപോലെ പിന്നെ ഈ ചരിത്രമൊന്നും കുട്ടികളെ പഠിക്കാൻ വേണ്ടി പാടില്ല. ഈ ഒരു വനിതയെ കൊണ്ടുവച്ചിട്ട് ഇത് ഭാരതാംബ എന്നെല്ലാം പറഞ്ഞ് ഗവർണറാണല്ലോ പറയുന്നത്. വന്നിരിക്കുന്ന കുട്ടികളെല്ലാം രാജ്യ പുരസ്കാര അവാർഡ് വെച്ച നല്ല മിടുക്കന്മാരായ കുട്ടികളാണ്. അപ്പോൾ കുട്ടികൾ എന്താ ധരിക്കും? ഇത് ഭാരതാംബ എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ അമ്മ എന്നല്ലേ കുട്ടികൾ ധരിക്കുകയുള്ളു. അങ്ങനെ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചത്, എത്രയും പെട്ടെന്ന് ഈ ഇതുപോലുള്ള ഗവർണർമാരായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നില്ല, BJP കേന്ദ്ര ഭരണം പോകുന്നതുവരെ. ഇപ്പോൾ ഗവർണറുടെ അധികാരങ്ങളും ഗവർണർ ആരാണെന്നും പിന്നെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. എത്രമാത്രം ധിക്കാരവും എത്രമാത്രം വെല്ലുവിളിയും എത്രമാത്രം പിന്നെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം നടത്താമോ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചാണ് ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.